ഇന്ന് ഞാൻ ഹെയർ കെയറിന് യൂസ് ചെയ്യുന്ന റോസ്മേരി വാട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. എനിക്ക് ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി വെക്കാറ് എപ്പോഴും. നിങ്ങൾക്കനുസരിച്ചിട്ട് എടുത്തോളൂ വെള്ളം. ഇനി അതിലേക്ക് 1 സ്പൂൺ റോസ്മേരി ലീവ്സും കുറച്ച് മാത്രം ഉലുവയും കൂടെ ഇടുക. എന്നിട്ട് അതിനെ ചൂടാക്കാൻ വെക്കണം. നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ഇതിൻ്റെ ലീവ്സ് നമ്മുടെ പാത്രത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും സൈഡിൽ കൂടെയൊക്കെ. അതൊക്കെ നമ്മൾ നേരെ സ്പൂൺ വെച്ചോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം. ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറുന്ന വരെ ചെറുതായിട്ടിട്ട് ഒരുപാട് തിളയ്ക്കാനും പാടില്ല. കുറച്ചൊന്ന് കളർ മാറി വരുന്നവരെ നമുക്കിതിനെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഗ്യാസ് ഓഫാക്കി നമുക്കിതിനെ തണുക്കാൻ വെക്കണം. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം. ഒരു കട്ടൻ ചായ പോലെ ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നേരെ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരാഴ്ചയൊക്കെ ഇതങ്ങനെ ഇരുന്നോളും. ഒരാഴ്ചയ്ക്കുള്ളതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 1/2 കപ്പ് ഒരാഴ്ചയ്ക്ക് മതി. നിങ്ങളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോവും. നമുക്കിനി ഇതിലാക്കി കൊടുക്കാം. ഈ ഒരു റോസ്മേരി വാട്ടർ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നതും നമ്മൾ ഓൺലൈനിൽ നിന്നും ഓരോ പേജിൽ നിന്നൊക്കെ മേടിക്കുന്ന റോസ്മേരി വാട്ടർ നമുക്ക് ഡെയിലി ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ എത്ര കെമിക്കൽ ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല. ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ റോസ്മേരി ലീവ്സും കുറച്ച് ഉലുവയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കിത് ഡെയിലി ഓവർനൈറ്റ് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ മാത്രമല്ല നമ്മുടെ മുടിയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് റെഡി ആവുള്ളൂ. ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ. ഞാൻ ഇത് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻ്റായി പറയണേ. ബൈ.